ഹായ് ഫ്രണ്ട്സ്, എന്താ പരിപാടി? എന്തുണ്ട് വിശേഷങ്ങൾ? സൺഡേ ആയിട്ട് എനിക്ക് സൺഡേ ആയിട്ട് കുറച്ചതേ മുരിങ്ങക്കമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങക്കമ്പ് കുഴിച്ചിടാനായിട്ട് നോക്കുവാണ് കേട്ടോ. ഇത് വിറകൊന്നുമല്ല, മുരിങ്ങക്കമ്പാണ് കേട്ടോ. കുറച്ച് മുരിങ്ങക്കമ്പ് കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് പിടിക്കണേ കർത്താവേ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ നടക്കണേ. അപ്പോൾ അതിനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പം ഫോൺ അവിടെ വെച്ചിട്ട് അതും പിടിച്ച് നടക്കണത്, എവിടെ കുഴിച്ചിടും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി ഞാൻ ഫോണവിടെ വെച്ച് ഞാൻ കുഴിക്കാണ് കേട്ടോ തൂമ്പം കൊണ്ട്. എനിക്ക് അറിയണ മാതിരിയൊക്കെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇതറിയണ രീതിയിൽ അല്ല കേട്ടോ, എനിക്കറിയണ മാതിരിയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ കളിച്ച് എന്താ പറയുക കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് മൊയിൽ കാട്ടം ഉണ്ടായിട്ട്, എൻ്റെ മൊയിലിൻ്റെ കാട്ടം. അപ്പം ഞാനത് ആ മൊയിൽ കാട്ടം ചാരം കൂടി ഇടാൻ ഇട്ട വളത്തിന് വേണ്ടിയിട്ട്. ഏത് വളം മുരിങ്ങയ്ക്കെന്ന് എനിക്കറിയില്ല ശരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും പിടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യണത് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിക്കണം കേട്ടോ. അപ്പം ഞാൻ എനിക്ക് അറിയണ രീതിയിൽ ഞാനൊരു കുഴി കുത്തി, അതുപോലെ തന്നെ കുറച്ച് വളം ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ മുരിങ്ങക്കമ്പ് നടാണ് കേട്ടോ. എന്നിട്ടത് മിടുക്കനായിട്ട് നടുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മണ്ണും കരിയിലൊക്കെ കൂട്ടിയിടുന്നുണ്ട് ഞാൻ. അപ്പോൾ എനിക്കറിയുന്ന രീതിയിലാണ് ഞാൻ ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ എനിക്കറിയണ പോലെ ഞാൻ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് കൂട്ടുകാരെ. അപ്പോൾ അങ്ങനെ ഇനി ഇതൊക്കെ ഒതുക്കി വെച്ചിട്ട് ഇനി അതിൻ്റെ മേളിക്കൂടെ വീണ്ടും ഞാൻ വളമിടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ നനയ്ക്കണം. അപ്പോൾ ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നനയ്ക്കണം കേട്ടോ എന്ന്. ചേച്ചിയുടെ അവിടെ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ ചേച്ചി പ്രത്യേകം പറഞ്ഞു നനയ്ക്കണം കേട്ടോ, നനച്ചാലാണ് വളരുള്ളൂ. നമ്മൾ തന്നെ വേനൽക്കാലമാണല്ലോ. അപ്പോൾ നനയ്ക്കണം, നനവുള്ള സ്ഥലത്ത് നടുവും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നനയ്ക്കാനായിട്ട് അങ്ങനെ നനയ്ക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വളം കിട്ടുന്ന രീതിയിൽ, നനവും വെള്ളമൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഈ പ്രാവശ്യം നമ്മുടെ നമ്മുടെ കമ്പ് നട്ടക്കണത്, അതായത് മുരിങ്ങക്കമ്പ് നട്ടക്കണത്. അതുപോലെ തന്നെ ഞാൻ വേറെ കുഴി എടുക്കാണ് കേട്ടോ. 3 കുഴികൾ വേറെ എടുക്കുന്നുണ്ട്. 2 കുഴി മാത്രം ഞാൻ കാണിച്ചു തരണുള്ളൂ കേട്ടോ നടണ രീതി. അപ്പോൾ അതുപോലെ തന്നെ വേറെ എടുത്ത് ഇതേ രീതിയിൽ തന്നെ, ഇതേ മെത്തേഡിൽ തന്നെ കുഴി കുത്തി ഞാൻ കുറച്ച് ചാരെടുത്തു. അത് കഴിഞ്ഞിട്ട് മൊയിൽ കാട്ടെടുത്തു. അങ്ങനെ ആദ്യം ഞാൻ കൊമ്പ് നോക്കിയതാണ് കേട്ടോ, വെച്ച് നോക്കിയതാണ്. അപ്പോൾ അതെന്തോരം കുഴി ഇറങ്ങാൻ പറ്റണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചാരെടുത്തു, കഴിഞ്ഞിട്ട് മൊയിൽ കാട്ടെടുത്തു ഇട്ട് പിന്നെ നന്നായിട്ട് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ ഇന്ന്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നിങ്ങളുടെ അവിടുത്തെ എന്തോട്ടാ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അണ്ടർ ദെൻ ഗുഡ് ബൈ. ഞാൻ പോയിന്ന് വിചാരിച്ചോ? പോയില്ല ഗൈസ്. അപ്പോൾ ഞാൻ വീണ്ടും ഇത് കുഴിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാണ് കേട്ടോ. ഇനി ഇതിന് വെള്ളമൊഴിക്കുന്ന ചടങ്ങില്ലേ, വെള്ളമൊഴിക്കാണ്ട് പോകാൻ പറ്റുമോ? എന്നെ ചേച്ചി വഴുക്ക് പറയില്ല ഇതുമാതിരി കൊമ്പൊക്കെ മുറിച്ച് തന്നിട്ട്. പിന്നെ വെള്ളം നനയ്ക്കാണ്ട് പോകാൻ പറ്റും. അപ്പോൾ വെള്ളം നനയ്ക്കേണ്ട പരിപാടികളാണ് ഇനി അടുത്തത്. അപ്പോൾ അതിക്ക് മുമ്പ് വേറെ കുറച്ച് കമ്പുകളുണ്ട്. മൊത്തം 4 കമ്പാണ് കൊണ്ടുവന്നത്. അപ്പം ആ 4 കമ്പും കുഴിച്ചിട്ടു. എന്നിട്ട് കപ്പിൽ വെള്ളം കോരി കൊണ്ടുവരാ ചെയ്യണത്. ഇത് വെറുതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിക്കണതാണ് കേട്ടോ കപ്പിൽ. ശരിക്കും വെള്ളം നനയ്ക്കണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ടാറ്റാ.